നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കനത്ത മഴയിൽ മുങ്ങി തൃശൂർ ജില്ല. വിവിധ ഭാഗങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ട്. മലക്കപ്പാറയിൽ വീടിന് മുകളിൽ മണ്ണിടിഞ്ഞു വീണ് അമ്മയും മകളും മരിച്ചു. ചേർപ്പ് മേഖലയിലെ വെള്ളക്കെട്ട് പ്രദേശങ്ങളും ദുരിതാശ്വാസ ക്യാമ്പും CC മുകുന്ദൻ MLA സന്ദർശിച്ചു. പാർലം ഗ്രാമപഞ്ചായത്തിലെ കോടന്നൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ ഔഷധക്കഞ്ഞി വിതരണ ഉദ്ഘാടനം പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ നിർവഹിച്ചു. മണലിപ്പുഴ കരകവിഞ്ഞ് വീടുകളിൽ വെള്ളം കയറി. വാർത്തകൾ വിശദമായി. കനത്ത മഴയിൽ മുങ്ങി തൃശൂർ ജില്ല. വിവിധ ഭാഗങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ട്. അതിരപ്പള്ളി അടക്കമുള്ള ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചു. ജില്ലയിൽ ചൊവ്വാഴ്ച റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വടക്കാഞ്ചേരിയിലാണ് ജില്ലയിൽ ഏറ്റവും വെള്ളക്കെട്ട് ബാധിച്ചിട്ടുള്ളത്. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലെ 2 ട്രാക്കുകൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. കനത്ത മഴയിൽ ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പാടം മുങ്ങി. വടക്കാഞ്ചേരി ടൗണിനോട് ചേർന്നുള്ള ചാലിപ്പാടും ഡിവൈൻ ആശുപത്രി, സ്കൂൾ ഗ്രൗണ്ട്, മാരാത്തുകുന്ന്, പുല്ലാനിക്കാട്, കല്ലംകുണ്ട് എന്നീ പ്രദേശങ്ങളിലും വെള്ളം കയറി. വീടുകളിൽ നിന്നും ജനങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. അതിരപ്പള്ളിയിൽ റോഡിൽ മരം വീണ ഗതാഗതം തടസ്സം രൂപപ്പെട്ടു. ചേലക്കരയിൽ വെള്ളക്കെട്ടിൽ റോഡുകൾ വെള്ളത്തിനടിയിലായി. വീടുകൾ ഉൾപ്പെടെ വെള്ളത്തിനടിയിലായിട്ടുണ്ട്. മലക്കപ്പാറയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് 2 പേർ മരിച്ചു. ചെക്ക് പോസ്റ്റിന് സമീപം താമസിക്കുന്ന രാജേശ്വരിയും മകൾ ജ്ഞാനപ്രിയയുമാണ് മരണപ്പെട്ടത്. ഇന്നലെ രാത്രി നടന്ന സംഭവം പുലർച്ചെയാണ് പുറത്തറിഞ്ഞത്. ജില്ലയിലെ പ്രധാന ഡാമുകളായ പീച്ചി, വാടാനി, പെരിങ്ങൽകുത്ത്, പൂമല, അസരൻകുണ്ട്, പത്താഴക്കുണ്ട് എന്നിവിടങ്ങളിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. പീച്ചി ഡാമിന്റെ 4 സ്പിൽവേ ഷട്ടറുകൾ 150 സെന്റിമീറ്റർ വീതം തുറന്നിട്ടുള്ളതാണ്. മഴ തീവ്രമായതിനെ തുടർന്ന് ഘട്ടം ഘട്ടമായാണ് ഷട്ടറുകൾ ഉയർത്തിയത്. വാടാനി ഡാമിന്റെ 4 ഷട്ടറുകൾ 70 സെന്റിമീറ്റർ വീതം തുറന്നിട്ടുള്ളതാണ്. പൂമല ഡാമിന്റെ 4 ഷട്ടറുകൾ 15 സെന്റിമീറ്റർ വീതവും പത്താഴക്കുണ്ട് ഡാമിന്റെ 4 ഷട്ടറുകൾ 6 സെന്റിമീറ്റർ വീതവും തുറന്നിട്ടുള്ളതാണ്. പെരിങ്ങൽകുത്ത് ഡാമിന്റെ 7 ഷട്ടറുകളും 1 സ്ലൂയിസ് ഗേറ്റും തുറന്നിട്ടുണ്ട്. ഇതുകൂടാതെ
തുണക്കടവ് ഡാം തുറന്നു, വെള്ളം പെരിങ്ങൽകുത്തിലേക്ക് ഒഴുക്കുന്നുണ്ട്. തമിഴ്നാട് ഷോളയാർ ഡാം തുറന്ന് വെള്ളം കേരള ഷോളയാറിലേക്ക് ഒഴുക്കുന്നുണ്ട്. ചാലക്കുടി പുഴയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാൻ സാധ്യതയുണ്ട്. മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വെള്ളം കയറാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് എല്ലാവരോടും ക്യാമ്പിലേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചേർപ്പ് മേഖലയിൽ ഒട്ടേറെ വീടുകളിൽ വെള്ളം കയറി. ചേർപ്പ്, അവണിശ്ശേരി പഞ്ചായത്തുകളിൽ 2 സ്കൂളുകളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങി. ചേർപ്പ് ഗവൺമെന്റ് സ്കൂൾ, പാലക്കൽ സ്കൂൾ എന്നിവിടങ്ങളിലാണ് ക്യാമ്പ് തുടങ്ങിയത്. വെള്ളക്കെട്ട് പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ ക്യാമ്പിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മുത്തുള്ളിയാൽ, തോപ്പ്, എട്ടുമന, തുരുത്തം, ദേക്കർ കോളനി, ഹെർബർട്ട് കനാൽ, പണ്ടാരച്ചിറ, പൊട്ടുച്ചിറ എന്നിവിടങ്ങളിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. അവണിശ്ശേരി പഞ്ചായത്തിൽ തോട്ടപ്പായ ഭാഗത്ത് 5 വീടുകളിൽ വെള്ളം കയറി. പാർലം പഞ്ചായത്തിൽ വെങ്ങിണിശ്ശേരി, കപ്പക്കാട്, താണിക്കമുനയം എന്നിവിടങ്ങളിൽ ഏതാനും വീടുകളിൽ വെള്ളം കയറി. വല്ലച്ചിറ പഞ്ചായത്തിൽ ആറാട്ടുപുഴ, കുക്കിരിപ്പള്ളം, വല്ലച്ചിറ, മോസ്കോ നഗർ, പുഞ്ചപ്പാടം, കടലാശ്ശേരി, മണ്ടേപ്പാടം എന്നിവിടങ്ങളിൽ വെള്ളം കയറി തുടങ്ങി. എങ്കിലും വീടുകളിൽ എത്തിയിട്ടില്ല. പീച്ചിയിലെ വെള്ളം രാത്രിയോടെ മണലിപ്പുഴയിലെത്തും. അതിനാൽ തന്നെ ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങാനുള്ള ശ്രമം പഞ്ചായത്ത് നടത്തിയിട്ടുണ്ട്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ നമ്മുടെ ഗവൺമെൻറ് സ്കൂളിൽ ഇന്നലെ മുതൽ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ മുമ്പ് തുടങ്ങിയിരുന്ന ക്യാമ്പ് അവസാനിപ്പിച്ചതിന് ശേഷം പിന്നീട് വീണ്ടും വെള്ളം കയറിയ സാഹചര്യത്തിലാണ് ഇവിടെ കൂടുതൽ സൗകര്യങ്ങളുള്ള സ്കൂൾ എന്ന നിലയിൽ ഇവിടെ നമ്മൾ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ നമ്മൾ സജ്ജീകരണങ്ങളെല്ലാം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. വില്ലേജ് ഓഫീസറും അതുപോലെ എല്ലാ ജനപ്രതിനിധികളും ഒപ്പം നിന്നുകൊണ്ട് തന്നെ, പഞ്ചായത്തിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് തന്നെ ക്യാമ്പ് നല്ല രീതിയിൽ നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ജനങ്ങളുടെ സുരക്ഷിതത്വമാണ്. അവർക്ക് സുരക്ഷിതമായൊരു സ്ഥലം ഒരുക്കി കൊടുക്കുക എന്നുള്ളൊരു കാര്യത്തിൽ കവിഞ്ഞ് മറ്റ് കാര്യങ്ങൾക്കൊന്നും ഇപ്പം നമ്മൾ ചെവി കൊടുക്കുന്നില്ല. നല്ല രീതിയിൽ ഈ ക്യാമ്പ് മുന്നോട്ട് കൊണ്ടുപോവുക, അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, ക്യാമ്പ് അവർക്ക് വീടുകളിലേക്ക് സുരക്ഷിതമായി പോകുന്ന സാഹചര്യം വരെ നല്ല രീതിയിൽ ക്യാമ്പ് നടത്തിക്കൊണ്ട് പോകുന്നതിന് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ജനപ്രതിനിധികളെല്ലാവരും വില്ലേജ് ഓഫീസറും എല്ലാവരും ചേർന്നുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് മാത്രം പറയുന്നു. ചേർപ്പ് മേഖലയിലെ വെള്ളക്കെട്ട് പ്രദേശങ്ങളും ദുരിതാശ്വാസ ക്യാമ്പും CC മുകുന്ദൻ MLA സന്ദർശിച്ചു. മുത്തുള്ളിയാൽ, ചേർപ്പ്, പടിഞ്ഞാട്ടുമുറി, തോപ്പ്, എട്ടുമന എന്നിവിടങ്ങളിലും സന്ദർശിച്ചു. ദുരിതാശ്വാസ ക്യാമ്പിന്റെ സർക്കാരിന്റെ എല്ലാവിധ സഹായങ്ങളും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുഖേന സജ്ജമാക്കിയിട്ടുള്ളതായി MLA അറിയിച്ചു. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ, പ്രയാസമില്ലാതെ നമുക്ക് സുന്ദരമായുള്ള ഒരു പ്രവർത്തനം നടത്തി നമ്മൾ എല്ലാവരും സഹകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയത്തക്ക രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് ഒരു ഇതിൻ്റെ അകത്തേക്ക് പറയണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ഉണ്ട്, അവരൊക്കെ കൂടി ആലോചിച്ച് ആവശ്യമായ മാറ്റങ്ങൾക്ക് വേണ്ടി നമുക്ക് ആലോചിച്ച് ആവശ്യമായ ഇനിയിപ്പോൾ ഇവിടുന്ന് മാറ്റണോ, വേറെ സ്കൂളിൽ പോകണമൊക്കെ നമുക്ക് പറ്റാവുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഞാനൊരു പ്രഖ്യാപനം നടത്തേണ്ടായി ഇതിൻ്റെ ഇടയിൽ ഇന്നലെ വെച്ചാൽ നമുക്ക് സ്കൂളിൽ കിട്ടാത്തൊരു സാഹചര്യം വരാമെന്ന് ഇനി വരുന്ന കാലങ്ങളിൽ ഉണ്ടാകും. ഇനി തനതായി ഗ്രാമപഞ്ചായത്ത്, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് കുറച്ച് ഭൂമി, ഒരു കാല് പണിയാൻ കുറച്ച് ഭൂമി തന്നാൽ അതിൽ ഒരു കാല് പണിയാൻ ആവശ്യമായ ഫണ്ട് MLA എന്ന നിലയിൽ കൊടുക്കാം. ഒരാൾ കാല് പിടിക്കേണ്ട കാര്യമല്ല, സ്ഥലം പൂർണ്ണമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അതിലൊരു കാല് പണി നമ്മുടെ ഈ ബുദ്ധിമുട്ട് പ്രയാസമുള്ളവർ താമസിക്കാൻ സൗകര്യം ചെയ്തു. അതിനെ പഞ്ചായത്ത് തയ്യാറാകണം. സ്ഥലം കണ്ടെത്തി MLAക്ക് തരിക, സർക്കാരിന് MLAക്ക് സർക്കാരിന് തരിക. ഒരു കാല് പണി അത്ര രൂപ വരുന്നെങ്കിൽ ആ രൂപ ഈ അവസരത്തിൽ തരും എന്നൊരു ഉറപ്പും കൂടി ഈ അവസരത്തിൽ പറയുന്നതാണ്. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത്, സെക്രട്ടറി മുംതാസ് അക്ബർലി, വില്ലേജ് ഓഫീസർ ശ്രീവിദ്യ രാമചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹസീന അക്ബർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുനിത ജിനു, നസീജ മുത്തലിഫ്, പ്രിജിത്ത് KP, PC പ്രഹ്ലാദൻ, അനിത അനിലൻ, കൃഷി ഓഫീസർ നിവേദിത തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. പാർലം ഗ്രാമപഞ്ചായത്തിലെ കോടന്നൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ ഔഷധക്കഞ്ഞി വിതരണോദ്ഘാടനം പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ നിർവഹിച്ചു. പാർലം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ വെച്ച് ഒരാഴ്ചക്കാലം 100 പേർക്കാണ് ഔഷധക്കഞ്ഞി വിതരണം നടത്തുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജെയിംസ് P. പോൾ, K. പ്രമോദ്, വിദ്യാനന്ദനൻ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ ജെറി ജോസഫ്, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിത മണി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ CB സുരേഷ്, KK മണി, സുബിത സുഭാഷ്, ഡോക്ടർ കവിത എന്നിവർ സംസാരിച്ചു. എല്ലാ വർഷവും ഇതുപോലെ നമ്മുടെ പഞ്ചായത്തിലെ 15 വാർഡുകളിലെ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് 100 പേർക്ക്
ഔഷധക്കഞ്ഞി വിതരണം ചെയ്യാറുണ്ട് 7 ദിവസം. അതുതന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ പ്രത്യേകത അറിയാം. നമ്മുടെ കർക്കിടക മാസത്തിലാണ് നമ്മൾ വരുന്നതും അതുപോലെ ഉഴിച്ചിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രതിരോധന ശേഷി വർദ്ധിപ്പിക്കുന്ന ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കർക്കിടക മാസത്തിലാണ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ കഞ്ഞി വിതരണം ചെയ്യുന്നത്. എല്ലാവർക്കും അതിൻ്റെ പ്രയോജനം ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. മണലിപ്പുഴ കരകവിഞ്ഞ് വീടുകളിൽ വെള്ളം കയറി. നെന്മണിക്കര, തൃക്കൂർ പഞ്ചായത്തുകളുടെ താഴ്ന്ന പ്രദേശങ്ങളാണ് വെള്ളക്കെട്ടിലായത്. കല്ലൂർ VLP സ്കൂളിലും തലൂർ ദീപ്തി LP സ്കൂളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു. കല്ലൂർ പാടംവഴിയിലൂടെ കുടുംബങ്ങളിലെ ഉൾപ്പെടെ 43 പേരെ VLP സ്കൂളിലെ ക്യാമ്പിലേക്ക് മാറ്റി. നെന്മണിക്കര പഞ്ചായത്തിലെ പുലക്കാട്ടുകര, പാലിയേക്കര, തലവണിക്കര, മടവാക്കര പ്രദേശങ്ങളിൽ ക്രമാതീതമായി വെള്ളം ഉയരുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അറിയിച്ചു. ഇവിടേക്കുള്ള വീട്ടുകാരുടെ ക്യാമ്പിലേക്ക് മാറാൻ നിർദ്ദേശം നൽകി. പുലക്കാട്ടുകര ഷട്ടറിൽ മരം വന്നടിഞ്ഞ് മണലിപ്പുഴയിൽ ഒഴുക്ക് തടസ്സപ്പെട്ട നിലയിലാണ്. മരങ്ങൾ നീക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മണലിപ്പുഴ കരകവിഞ്ഞ് ടോൾ സമാന്തരപാതയായ മണലി മടവാക്കര റോഡ് അടച്ചു. മടവാക്കര കാഴ്ചക്കടവ് ഭാഗത്താണ് റോഡിലേക്ക് വെള്ളം കയറിയത്. ഊരകം CMS LP സ്കൂളിൽ ക്ലബ് ഉദ്ഘാടനം പാട്ടുകാരനും നാടക നടനുമായ PD പൗലോസ് നിർവഹിച്ചു. പരിപാടിയിൽ വടക്കൻമലയിലെ പക്ഷികളുടെ താവളമായ ഞാവൽ മരത്തിന്റെ പേരിലറിയപ്പെട്ടിരുന്ന ഞാവൽക്കാടിന് മനുഷ്യർ തീയിട്ട് നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച് മഴ പെയ്ത് കാടിനെ രക്ഷിച്ച ഞാവൽക്കാട് എന്ന കലയുടെ നാടകരൂപം അവതരിപ്പിച്ചു. പ്രധാന അധ്യാപിക ലീമോൾ, ജയകൃഷ്ണൻ, കൃഷ്ണൻകുട്ടി, ചിത്ര രമേശ് എന്നിവർ സംസാരിച്ചു. മലക്കപ്പാറയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് അമ്മയും മകളും മരിച്ചു. ഷോളയാർ ഡാമിന് സമീപം ചെക്ക് പോസ്റ്റിനടുത്ത് തമിഴ്നാട് അതിർത്തിയായ മുക്ക് റോഡിലാണ് വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് അമ്മയും മകളും മരിച്ചത്. അറുമുഖന്റെ ഭാര്യ രാജേശ്വരി 45 വയസ്സ്, മകൾ 15 വയസ്സുകാരി ജ്ഞാനപ്രിയ എന്നിവരാണ് മരിച്ചത്. ഇന്ന് രാവിലെയോടെയാണ് നാട്ടുകാർ സംഭവം അറിഞ്ഞത്. രാജേശ്വരിയുടെ കൈ മണ്ണിന് മുകളിലേക്ക് നിന്നത് കണ്ടാണ് നാട്ടുകാർ ഓടിയെത്തിയത്. മണ്ണ് നീക്കി മൃതദേഹങ്ങൾ പുറത്തെടുത്തു. കെട്ടിപ്പിടിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ചലച്ചിത്ര സംവിധായകൻ ഭരതന്റെ 26ാം ഓർമ്മദിനം ആചരിച്ചു. തൃശൂർ ചിത്രസൗധം ആർട്ട് ഗാലറിയിൽ സുഹൃത്ത് സംഘം സംഘടിപ്പിച്ച ഭരതൻ സ്മൃതി ദിനാചരണം ഓർമ്മയ്ക്കായി ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. സുകുമാരൻ ചിത്രസൗധം അധ്യക്ഷത വഹിച്ചു. KB പ്രമോദ്, മുഹമ്മദ് ബഷീർ, TT പോൾ എന്നിവർ സംസാരിച്ചു. ഭരതൻ ചലച്ചിത്ര ഗാനങ്ങളും പുഷ്പാർച്ചനയും ഉണ്ടായിരുന്നു. തൃശൂർ ജില്ലയിൽ ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതൽ നടപടിയുടെ ഭാഗമായി ബുധനാഴ്ച ജില്ലയിലെ അങ്കണവാടികൾ, നഴ്സറികൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ, പ്രൊഫഷണൽ കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉത്തരവിട്ടു. മുഴുവൻ വിദ്യാർത്ഥികൾ താമസിച്ചു പഠിക്കുന്ന റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾക്ക് കോഴ്സുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കുകയില്ല. പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രത്തിലെ മാസാദ്യ വെള്ളി തിരുഹൃദയ ഊട്ടുതിരുനാൾ ഓഗസ്റ്റ് 2-ന് ആചരിക്കും. ഊരകത്തമ്മ തിരുവടി ക്ഷേത്രത്തിൽ നവരാത്രിയോടനുബന്ധിച്ച് നടത്തുന്ന ക്ഷേത്ര കലാപരിപാടികളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷ സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 17. കൂടുതൽ വിവരങ്ങൾക്ക് 9539736917 എന്നീ നമ്പറിൽ ബന്ധപ്പെടുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6320 രൂപ, പവന് 50,560 രൂപ.
പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ് ഉങ്ങിച്ചോട് ചെറുശ്ശേരി. ഫോൺ 9539080053. കനത്ത മഴയിൽ മുങ്ങി തൃശൂർ ജില്ല. വിവിധ ഭാഗങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ട്. മലക്കപ്പാറയിൽ വീടിന് മുകളിൽ മണ്ണിടിഞ്ഞു വീണ് അമ്മയും മകളും മരിച്ചു. ചേർപ്പ് മേഖലയിലെ വെള്ളക്കെട്ട് പ്രദേശങ്ങളും ദുരിതാശ്വാസ ക്യാമ്പും CC മുകുന്ദൻ MLA സന്ദർശിച്ചു. പാർലം ഗ്രാമപഞ്ചായത്തിലെ കോടന്നൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ ഔഷധക്കഞ്ഞി വിതരണ ഉദ്ഘാടനം പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ നിർവഹിച്ചു. മണലിപ്പുഴ കര കവിഞ്ഞ് വീടുകളിൽ വെള്ളം കയറി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.